പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാളികളൊക്കെ മറന്നു തുടങ്ങിയ വാഴപ്പിണ്ടി തോരനാണ് ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. രോഗങ്ങൾക്കെതിരെ പ്രകൃതിയുടെ മരുന്നെന്ന് പറഞ്ഞല്ലോ, അത് വളരെ കറക്റ്റാണ് കേട്ടോ. ഈ വാഴപ്പിണ്ടി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങളും അധികമുള്ള കാൽസ്യം കട്ടകളൊക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. പണ്ട് കാലത്തെ ആളുകൾ പറയുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ കുറേ മുടികളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും പുറന്തള്ളാനുള്ള, ആ മുടീനെ ചുറ്റി വരിഞ്ഞ് പുറന്തള്ളാനുള്ള കഴിവ് ഈ വാഴപ്പിണ്ടിക്ക് ഉണ്ടെന്നാണ് പറയുക. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ ദഹനശക്തി മെച്ചപ്പെടുത്താനും പിന്നെ തടി കുറയ്ക്കാനും വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ റൗണ്ടിനെ ഇത് ചുറ്റിയിട്ട് കുറച്ച് നൂല് കളഞ്ഞു എന്നാലും അതിൽ കുറച്ച് നൂലുകളൊക്കെ ഉണ്ടാവും, കറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി നല്ലപോലെ ഇത് മിക്സാക്കുക. അങ്ങനെ മിക്സാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തനിയെ ഈ നൂലിങ്ങനെ ചുറ്റി വന്നോളും. ഇതിങ്ങനെ നന്നാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പല ആളുകളും ഇത് ജ്യൂസാക്കി കുടിക്കുന്നുണ്ട്. ദഹനശക്തിക്കൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. ഇനി വാഴപ്പിണ്ടി തനിയെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വല്ല പയറിൻ്റെ കൂടെയോ മുതിരയുടെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് മിക്സാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ മുതിരയുടെ കൂടെയാണ്. ഇപ്പോൾ മുതിര വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ഇട്ട് കൊടുത്ത് ഒരു വിസിൽ കൊടുത്തു. പിന്നെ നമ്മൾ സാധാ മുളക് കാച്ചണ ഉപ്പേരി കാച്ചണ പോലെ കാച്ചി എടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഞാൻ സാധാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള ഒരു സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. മുളക് മൊരിഞ്ഞ് വന്നപ്പോൾ ഇതൊക്കെ മിക്സാക്കി ഒരു മുതിരയും വാഴപ്പിണ്ടിയും തോരൻ വെച്ചു. നല്ല ടേസ്റ്റാണ്. നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ കഴിക്കുകയാണെങ്കിൽ അതിനും ബെസ്റ്റാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് കഴിക്കണം? ഈ വാഴപ്പിണ്ടി കഴിക്കണം. അത് ശരീരത്തിലെല്ലാം വിഷാംശങ്ങളും പുറന്തള്ളാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ കർക്കിടക മാസമൊക്കെ ആണല്ലോ. കർക്കിടക മാസത്തിൽ ഈ മുതിര കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മുതിരയുടെ കൂടെ ഈ വാഴപ്പിണ്ടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.